ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്നിടത്ത് എങ്ങോട്ടാണെന്നല്ലേ, ഇതാണ് കേട്ടോ. ഇത് മൽബറി കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് മുറിച്ച് കളയാമെന്ന് കരുതിയപ്പോഴാണ് കേട്ടോ കിളിർത്ത് വന്നത്. അപ്പോൾ പക്ഷേ ഇത് എനിക്ക് ഭയങ്കര പുളിപ്പാണ് കേട്ടോ. കാരണം പല്ലിന് പോടൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് പുളിപ്പാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. ഈ ഒരു ഫ്രൂട്ട് ആർക്കെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെപ്പോഴും ഏത് സാധനമായിരുന്നാലും ഇത് നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ. കാട് പിടിച്ച് കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് നോക്കാറ് കൂടിയില്ല. കറ്റാർവാഴ എങ്ങനെ നിൽക്കുന്നു, അതിനൊന്ന് കെയർ ചെയ്യണം ഒന്നും നോക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഞാൻ കുറേ വട്ടമായി മുറിച്ച് കളയണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സാധനമായിരുന്നാലും അത് മുറിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ കൊലകുത്തി കായ്ക്കും എന്നൊക്കെ പറയണം. അതേ അവസ്ഥയാണ് കേട്ടോ. കൊലകുത്തി കായ്ച്ച് കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ പിന്നെ പോട്ടെ, ഇങ്ങനെ കായ്ക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ വിട്ടു. എന്നിട്ട് ഞാൻ കുറേ ജമന്തി വിത്ത് നട്ടിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ ഒരുമാതിരി കാട് പോലെ എല്ലായിടത്തും ആയി കിടക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് മാറ്റി റീപ്ലാന്റിങ് പോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അവിടെ ഈ എന്താ പറയുക, കാട്ടു ജമന്തി, കുറ്റി ജമന്തിയൊക്കെ നിൽപ്പുണ്ട്. കാട്ടു ജമന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതളുകൾ കുറഞ്ഞതിനെ കാട്ടു ജമന്തി എന്നും മറ്റേതിനെ കുറ്റി ജമന്തി എന്നാണ് പറഞ്ഞത്. ആ ഒരു സൈഡിൽ ഞാൻ വിത്തിട്ടടുത്തെല്ലാം അടിപൊളിയായിട്ട് കാടും കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നേരെ നിന്ന് വാഴകൾ 2 ദിവസം കൊണ്ട് മഴയും കാറ്റൊക്കെ ആകുന്നുണ്ട് വാഴകളെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഒരു വാഴയിലിങ്ങനെ കൊല വരുന്നുണ്ട്, വീണ്ടും അത് ഒടിഞ്ഞു പോയി. അങ്ങനെ കുറേ മഴ വന്നപ്പം കുറേ വാഴയെല്ലാം ഒടിഞ്ഞു പോയി. അപ്പം പിന്നെ ഞാനുണ്ടല്ലോ പുറത്തോട്ട് പോയത്. നമുക്കിവിടെ പണി നടക്കുന്നതുകൊണ്ട് സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത്, തടിപ്പണിയുടെ കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചെന്നില്ലേ, കുറച്ച് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജാമ്പയ്ക്കാന്ന്, പനീർ ജാമ്പയ്ക്കാണെന്ന്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ പനീർ ജാമ്പയ്ക്കാണെന്ന്. കഴിഞ്ഞ വർഷം കുറേ പൂത്തതാണ്, പക്ഷെ ഒരു കായ പോലും പിടിച്ചില്ല. ഇപ്രാവശ്യം അങ്ങനെ ആണോ എന്നറിയില്ല. കുറേ പൂത്ത് നിൽപ്പിട്ടുണ്ട്, നല്ല ഭംഗിക്ക് പൂത്തിരിക്കുന്നുണ്ട്. പക്ഷെ കായ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ചൊരു കുക്കിംഗ് വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ, ഉച്ചവരെയുള്ള കാര്യങ്ങൾ, ഒരുപാട് ലെങ്തി വീഡിയോ ഒന്നും അല്ല, ചെറിയൊരു പോർഷൻ മാത്രം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇടയ്ക്ക് ഞാൻ വിടുന്നതൊക്കെ ഉണ്ട്, സ്കൂളിലൊക്കെ കൊണ്ട് വിടുന്നുണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വേണ്ട ഈ ഒരു പൂവാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ആ പൂ കഴിക്കാനും നല്ല ഭംഗിയുണ്ട്. കണ്ടപ്പോൾ നല്ല ക്യൂട്ടാണ് കേട്ടോ പൂ കാണാനായിട്ട്. അപ്പം ഞാൻ രാവിലെയാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയാണ് കേട്ടോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. 5 മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ട നിങ്ങൾ ലാസ്റ്റ് വരെ നോക്കണം. എൻ്റെ മുട്ട 3 ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളിയും തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞ് വീഴ്ക്കുവറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് മക്കളെയൊക്കെ കുളിപ്പിക്കുകയും റെഡിയാക്കുകയും പുസ്തകങ്ങൾ പറക്കി വെക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ് കേട്ടോ. ഒരുപാട് ലെന്തായി പോവും. അപ്പം ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് അപ്പം ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പത്തിന് ഞാൻ തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് മൊരിഞ്ഞു വന്നു. എനിക്ക് സാധാരണ അപ്പമൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞു വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചില വീഡിയോസിലൊക്കെ ആൾക്കാർ പറയുന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ പൊങ്ങി വരുന്നില്ല, മൊരിഞ്ഞു വരുന്നില്ല എന്നൊക്കെ. പക്ഷെ എനിക്കെന്തോ വരാറുണ്ട് കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസി, അതായത് അപ്പം അരയ്ക്കേണ്ട ഒരു പരുവത്ത് അരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ റെഡിയായി വരും. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളി എല്ലാം കൂടെ വിഴുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എന്ത് പൊടി ചേർത്താലും ഒരു പൊടി ചേർത്ത് അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയിട്ടാണ് അടുത്ത പൊടി ചേർക്കത്തുള്ളൂ. അങ്ങനെയാണ് കേട്ടോ ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യാറുള്ളത്. ഇത് മസാലക്കൂട്ടാണ്. മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴേ അടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാലും അത് ഓരോന്നിട്ടാലും വേറെ വേറെ അല്ലല്ലോ, എല്ലാം ഒരുപോലെ ടേസ്റ്റ് ചെയ്യാനല്ലേന്ന്. പക്ഷെ അല്ല കേട്ടോ, എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഓരോ പൊടികളും സെപ്പറേറ്റ് ഇടുന്നതും അതുപോലെ ഒരുമിച്ച് ഇടുന്നതും ടേസ്റ്റ് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും അടുത്തിന് മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊതുവേ മുളക് പൊടി എരിവ് കുറച്ചാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ആവശ്യത്തിനൊരു ഞാൻ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത്, അപ്പോൾ ഞാനത് കുറച്ചൊന്ന് വെള്ളം കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ വീണ്ടും ഞാനെടുത്ത് വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് നല്ല രീതിക്ക് ജോയിൻ്റ് ചെയ്ത ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടയൊന്നും വരഞ്ഞൊന്നും കൊടുക്കുന്നില്ല, നോർമൽ രീതിക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിക്ക് തിളച്ചപ്പോൾ ഉപ്പും കറിവേപ്പിലയും മുട്ടയും കൂടി ഇട്ട് കൊടുത്തു.
പിന്നെ ഒരു കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുവാണെങ്കിൽ അത് എന്ത് കാര്യമായിരുന്നാലും, ഇപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ, ഗാർഡനിങ് ആയിക്കോട്ടെ, ഓഫീസിലെ വർക്കായിട്ടെ, എന്ത് കാര്യവും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് നമുക്കതൊരു മനസ്സിനെ ഒരു തൃപ്തിയും ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു മുട്ടക്കറിയും എന്തും ഇതായിരുന്നാലും നമ്മൾ സിമ്പിളായിട്ട് തട്ടിക്കൂട്ട് പോലെയൊക്കെ വയ്ക്കുന്നതാണ്. ചിലപ്പോൾ സമയമൊന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുക തട്ടിക്കൂട്ട് വെക്കുന്ന ഒരു കറിയാണ്. ചിലപ്പോൾ ഇതിനകത്ത് ചിലവർ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഞാനങ്ങനെ ഒരു വട്ടം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ, വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് ചോറിന് ആവശ്യമായിട്ട് മുട്ടക്കറി വെക്കാറുണ്ട്. നല്ല അപ്പമാണ്, മൊരിഞ്ഞ അപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ അപ്പം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞിരിക്കും. നമ്മുടെ മനസ്സിന്, അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മളേ ഉള്ളൂ പറയാനായിട്ട്. അത് ഓർമ്മയിലുണ്ടായാൽ മതി. അത് പുറത്തുനിന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മളാണ് റിയാക്ട്, അല്ലെങ്കിൽ നമ്മളാണ് ജീവിക്കുന്നത് എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് മക്കളെ സ്കൂളിൽ കൊണ്ടാക്കി, അത് കഴിഞ്ഞ് മീനും മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ വെട്ടിപ്പറക്കിയൊക്കെ ചെയ്തിട്ട് ചൂര മീനായിരുന്നു കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചൂര മീൻ കറി വെക്കുന്നതും കൂടെ ഒരു വീഡിയോ ആക്കിയാലോന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം എളുപ്പപ്പണി ചെയ്യുന്ന ആളാണ് കേട്ടോ. തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ ഒരുമിച്ചങ്ങിട്ട് ഒരു വിഴുക്കുവരട്ടി എടുക്കുന്നതാണ് കേട്ടോ. മടി പിടിച്ചൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കടുകിട്ട് ഇഞ്ചി ഇട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോന്നാണ് ഇട്ട് കൊടുക്കണ്ടേ. ഇതിപ്പോൾ എല്ലാം മടി കാരണം അങ്ങ് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി വരുമ്പോഴേക്കും ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിൾ ആണ്. എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കുന്നവരാവണല്ലേ മീൻകറിയൊക്കെ ഉണ്ടാക്കും, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മുളകും പുളിക്ക് നമ്മുടെ കൊട്ടാരക്കര കൊല്ലം സൈഡിലൊക്കെ ഇടുന്നതെന്ന് വെച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനൊരു കുറച്ച് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയ രീതിയിലൊരു വാട്ടമൊക്കെ തക്കാളിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് സാധനം ഉണ്ടാക്കിയാലും കുറേശ്ശെ ഇങ്ങനെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ് ശീലം കേട്ടോ. ചിലപ്പോൾ സമയമില്ലെങ്കിൽ അങ്ങനത്തെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വയ്ക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ ഒരു ടേസ്റ്റും എന്തോ ഒരു ഇഷ്ടം തോന്നുന്നത്. അത് അങ്ങനെയാണ്. നമ്മൾ പിന്നെ എന്ത് കാര്യം ചെയ്താലും നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു തൃപ്തിയോടെ ചെയ്യുന്നതും അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു മനസ്തൃപ്തി തന്നെയാണ്. അപ്പോൾ എന്തൊരു സന്തോഷമാണ് നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ ആസ്വദിച്ച് കുക്ക് ചെയ്യുക, അത് പിന്നെ കഴിക്കാനിരിക്കുക, അതൊക്കെ തന്നെയാണ് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ. നമ്മൾ കഴിക്കുന്നവരുടെ മനസ്സും കൂടെ നിറയുമല്ലോ. അപ്പോൾ ഞാൻ ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും കൂടെ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്ത് ഉപ്പും പുളിയും കൂടി ഇട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഈ തിളപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് ഞാൻ പുറത്ത് ഏതാണ്ടൊക്കെയോ തുണിയരികയോ ഒത്തിരി ജോലികളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ജോലികളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മീൻ കഷ്ണമൊക്കെ ഓരോന്ന് പറക്കിയിടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇതെന്ത് ചെയ്യുന്നതായിരുന്നാലും അതിൻ്റെ പുറകെ ചിലപ്പോൾ ഒന്ന് വാടാൻ വെച്ചിട്ടായിരിക്കും, തിളപ്പിക്കാൻ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വീണ തൂക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് പാത്രങ്ങൾ കിടക്കാൻ കഴിക്കുന്നത്. എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഞാൻ മാത്രമല്ല, എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പം അടുപ്പിലൊന്നിരിക്കും, കിച്ചണിൽ വേറെ പരിപാടിയിലായിരിക്കും, ചിലപ്പോൾ തുണി കഴുകാൻ പോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പാത്രം കഴുകുമായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കിച്ചണിൽ അരിയുമായിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ നല്ല പുളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ 2 കുടംപുളിയാണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി തക്കാളിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പുളിപ്പിച്ചിരിക്കും ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഈ ചൂരമീനെയൊക്കെ നമ്മൾ തലേന്ന് കറി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാനാണ് കേട്ടോ ടേസ്റ്റ്. എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. പിറ്റേന്ന് എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഒരു ചീനിയിലൊക്കെ കഴിക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ മീനും കൂടെ പറക്കിയിടുവാണേ. ചൂരമീനാണേ, അത്യാവശ്യം വലിയ ചൂരമീനായിരുന്നു ഞാൻ റൗണ്ട് ചെയ്തിട്ടതേ. കാരണം ഇവിടെ എണ്ണ തയ്ക്കാനൊന്നും പ്രത്യേകിച്ച് ആരൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, മീനിൻ്റെ കണ്ണ് കണ്ടിട്ട് ആരും ഭയക്കണ്ട. ആ മീനിൻ്റെ കണ്ണ് മുതൽ ആ ഒരു പോർഷൻ വരെ, ഞാൻ കാണിക്കുന്ന പോർഷൻ വരെ എല്ലാവർക്കും, ഇവിടെ 2 മക്കളുണ്ട്, 2 പേർക്കും മീനിൻ്റെ കണ്ണ് മസ്റ്റാണ്. എന്ത് മീൻ കിട്ടിയാലും നെത്തോലി കിട്ടിയാലും അതിനകത്ത് കണ്ണുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നില്ലേ ആ ഒരു പോർഷൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. തല തൊട്ട് ആ ഒരു മീനിൻ്റെ ചെവള എന്നൊക്കെ പറയില്ലേ, ആ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതും കൂടി ഇടുന്നത്.
എന്ത് മീൻ കിട്ടിയാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണും. പിന്നെ അത് നല്ല രീതിക്ക് തിളച്ച് സെറ്റാകുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ദിവസം തലേന്ന് വൈകുന്നേരം കുറച്ച് ഉണക്കമീൻ വറുത്തിട്ടുണ്ടായിരുന്നു. ഉണക്കമീനും വറുത്ത് ചീനി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് അവശിഷ്ട പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിലോട്ട് പഴങ്കഞ്ഞിയും മോരേറി ഇച്ചിരിപ്പുണ്ടായിരുന്നു, അതും കൂട്ടി ഒരു പഴങ്കഞ്ഞി കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടോ. അതായത് ആ ഉണക്കമീനിട്ട മുളകാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പഴങ്കഞ്ഞി ചോറും മോരും, പിന്നെ കുറച്ച് മീൻകറിയും, പിന്നെ മറന്നുപോയി പറയാനായിട്ട് കുറച്ച് ചമ്മന്തി, അതായത് ഞാൻ ചീനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഒരു ചമ്മന്തിയാണ്, അതും കൂടെ ഉപ്പും മുളകൊക്കെ കാന്താരി ചമ്മന്തിയായിരുന്നു കേട്ടോ. ഉപ്പും മുളകും എല്ലാം കൂടെ സെറ്റായി അടിപൊളി ഇരിപ്പുണ്ടെന്ന്, അതും കൂടെ കൂട്ടി അടിപൊളിയായിട്ടൊരു പിടി പിടിച്ചേട്ടാ. അതുപോലെ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു. സദ്യ മീൻസ് നമുക്ക് ആഡംബര സദ്യയായിട്ട് അങ്ങനെയല്ല, മെഴുക്കുവരട്ടിയും ചോറ് മീൻ ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തിയുടെ കാര്യം, പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ എന്തോന്നറിയില്ല വായിക്കൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ആസ്വദിച്ച് കഴിച്ചൊരു പഴങ്കഞ്ഞിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.